സല്യൂട്ട് സ്നേഹിതരെ. 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും എന്റെ അനുഭവ കഥകളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. ഇത്രയും നാൾ കാത്തിരുന്നതിന് വളരെയധികം നന്ദി, സ്നേഹം. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം? സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം തടയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ ഉപരിയായ ഒരു യാതന വേറെയില്ല. ജയിലുകളുടെ ഉത്ഭവവും ഇങ്ങനെ തന്നെയാണ്. ലോകത്തും ഭാരതത്തിലും. ഭാരതം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിലെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും പഴയ സംസ്കാരമുള്ള, ആദ്യ സംസ്കാരമുള്ള ഒരു ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രശസ്തമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയ പല പല രേഖകളിലൂടെയും ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് യജ്ഞവൽക്യനാണ്. അപ്പൊ യജ്ഞവൽക്യന്റെ എഴുത്തുകളിലൂടെയും ബൃഹസ്പതിയുടെ സ്മൃതികളിലൂടെയും മനുസ്മൃതിയിലൂടെയും കാരാഗ്രഹവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ടുണ്ട്. കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റം ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശിക്ഷ എന്ന രീതിയിൽ സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കുക, ഇനി മേലിൽ ഈ കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു ശിക്ഷ നടപടി എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലായിരുന്നു അന്ന് അത് വിഭാവന ചെയ്തിരുന്നത്. മനുഷ്യർ എപ്പോഴാണ് സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത്, ആ സമയത്ത് മുതൽ ഒരു ചിട്ടവട്ടം ഉണ്ടാവുമല്ലോ. സമാധാനമായിട്ട് ആളുകൾ ജീവിക്കണം, അതിന് ഭംഗം വരുത്തുന്ന ആരുണ്ടെങ്കിലും അവരെ അതിന് പിന്തിരിപ്പിക്കണം. സാമം, ദാനം, ഭേദം, ദണ്ണം എന്നൊക്കെ പറയുന്ന രീതികളും ഒക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആദ്യം അത് പറയും, പിന്നെ അത് ചർച്ച ചെയ്ത് ഉപദേശ രൂപേണ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ വഴക്കായിട്ട് പറയും, പിന്നെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അനുസരിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ദണ്ണം വരുന്നത്. അവസാനത്തെ ശാരീരികമായിട്ടുള്ള ഉപദ്രവം വരുന്നത്. പോലീസിന്റെ ഇപ്പോഴത്തെ ലാത്തിക്ക് ഹിന്ദി വാക്ക് എന്ന് പറഞ്ഞാൽ ദണ്ഡാന്നാണ് പറയുന്നത്. ദണ്ഡാന്ന് പറഞ്ഞാൽ വടി, സ്റ്റിക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അത് വെച്ച് അടിക്കുക. അതൊരു വലിയ ശിക്ഷയായിട്ട് പഴയകാല ചരിത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആൾക്കാർ തന്നെ ചേർന്നൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് അവരുടെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും കൂടെ കൂട്ടായ്മയിലൂടെ ജീവിക്കുന്ന ആ ഒരു അവസരത്തിൽ പോലും ഇതുപോലെയുള്ള ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. ശിക്ഷയെക്കാളും ഉപരിയായിട്ട് ഇത് മേലിൽ ഇതാരും ഇതുപോലെ ചെയ്യരുത്, ഇതായിരിക്കും നിങ്ങൾ ഇതുപോലെ കുറ്റകൃത്യം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു പ്രിസൺ എന്ന് പറഞ്ഞാൽ, അത് ജയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. രാജാക്കന്മാരുടെ സമയത്ത് യുദ്ധമൊക്കെ നടക്കുമ്പോൾ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി താമസിപ്പിക്കുന്ന ചില കോട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഗുഹയ്ക്കകത്തന്നെ തുരങ്കം ഉണ്ടാക്കി അതിനകത്ത് കുഴി ഉണ്ടാക്കി ഇരുട്ടറയിൽ അടച്ചിടുക. അപ്പൊ ഇരുട്ടറ എന്നാണ് പറയുന്നത്. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇരുണ്ട ഒരു സ്ഥലമാണ്, സൂര്യ വെളിച്ചം കയറുന്നില്ല, ഭക്ഷണത്തിനുള്ള സൗകര്യമില്ല. അപ്പൊ അങ്ങനെ കുറെ നാൾ അതിനകത്ത് ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ തന്നെ മനുഷ്യന്റെ എല്ലാ ഒരു ഉണർവും എല്ലാം അത് നശിക്കുമല്ലോ. അപ്പൊ അതൊരു വലിയ ശിക്ഷയായിട്ട് കരുതപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. മോഡേൺ രീതിയിലുള്ള ജയിൽ എന്ന് പറയുന്ന സംവിധാനം ആദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തില് ബ്രിട്ടീഷുകാരുടെ റൂൾ എന്ന് പറയുന്നത് നേരിട്ടല്ലായിരുന്നു, ഒരു റീജൻസി ഭരണമായിരുന്നല്ലോ. അപ്പൊ അത് രാജാവ് അത് ചെയ്യാം, ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഭരിച്ചോളാം എന്ന് പറഞ്ഞൊരു കരാറിന്റെ ബേസിസില് ബ്രിട്ടീഷുകാർ ഇത്രയും ദൂരോട്ടൊന്നും വന്നില്ല. അവരവിടെ നോർത്തിലൊക്കെ ഇരുന്ന് ഭരിച്ചതേ ഉള്ളൂ. താഴോട്ട് കൂടുതലും ഈ മദ്രാസ് പ്രസിഡൻസി വരെയാണ് അവര് കൂടുതലായിട്ട് വന്നിരുന്നത്. അതിന് താഴോട്ട് ഈ മദ്രാസ് പ്രസിഡൻസിന് കീഴിലായിട്ട് കേരളമൊക്കെ വരുമെങ്കിലും അതിനകത്തുള്ള സംവിധാനങ്ങളായിരുന്നു ഇവിടുത്തെ ജയിലുകൾ. 1868 ആദ്യത്തെ ജയിൽ എന്ന് പറഞ്ഞ കോഴിക്കോട് തുടങ്ങുന്നത്. ഏറ്റവും പഴയ ജയിൽ എന്ന് പറയുന്നത് അതാണ്. 1881 82 ഒക്കെയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ വരുന്നത്. കണ്ണൂർ ജയിലും അതുപോലെ പഴയതാണ്. 1889 ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നത്. രാജ്യഭരണം ഉണ്ടായിരുന്ന യൂറോപ്യൻ സ്ഥലങ്ങളിലും ഭാരതത്തിലും ഒക്കെ ഇതുപോലെ ജയിലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ബാസ്റ്റിൽ എന്ന് പറയുന്ന ജയിലാണ് ഫ്രഞ്ച് റവല്യൂഷണറീസ് എന്ന് പറയുന്ന വിപ്ലവകാരികൾ, അതായത് രാജാവ് ലൂയി 16 ചില നയങ്ങളോട് യോജിച്ചുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഫോം ചെയ്ത് വന്നതാണ് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ആദ്യത്തെ തുടക്കക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവര് നാട്ടുകാരെ എല്ലാവരും കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് രാജ്യഭരണം വേണ്ട, നമ്മൾ തന്നെ ഭരിച്ചാൽ മതി എന്നുള്ള ഡെമോക്രസിയുടെ ആദ്യത്തെ ഒരു കാര്യമായിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ലോകത്ത് മുഴുവനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലയടികൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് ജനാധിപത്യത്തിന്റെ അടിവേര് എന്ന് പറയുന്ന അമേരിക്കയിൽ 1770-കളിലാണ് വരുന്നത്. ഫ്രാൻസിൽ അത് രാജ്യഭരണം അത് കീഴ്മറിക്കാനായിട്ട് ബാസ്റ്റിൽ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയിരുന്ന ഒരു കോട്ടയാണ്. പ്രിസണേഴ്സിനെ, ഒരു തടവുകാരെ താമസിപ്പിക്കാനുള്ള ഒരു കോട്ടയാണ്.
അവിടെ ഒരുപാട് ആയുധങ്ങളും വെടിമരുന്നും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കയ്യിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബാസ്റ്റൽ പ്രിസൺ അറ്റാക്ക് ചെയ്യുന്നത്. അതിനകത്തുണ്ടായിരുന്ന ഗവർണർ ഒരാളുണ്ടായിരുന്നു, അയാളെ കൊല്ലുകയും, റോയൽ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്, അയാളെ കൊല്ലുകയും അവിടെ ഉണ്ടായിരുന്ന വെടിമരുന്ന് മുഴുവനും പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന 7 പ്രിസണേഴ്സിനെയാണ് അവർ റിലീസ് ചെയ്തത്. അപ്പം ബാസ്റ്റൈൽ പോലെയുള്ള വലിയ ഒരു പ്രിസണിൽ പോലും 7 തടവുകാർ മാത്രമേ ആ സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് നാട്ടുകാരെ പിടിച്ച് തടവിലാക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. രാജ്യ കുറ്റം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ രാജാവിനെതിരെ പ്രതികരിക്കുന്നവർക്ക് വലിയ ഭീകരമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ളവരെയൊക്കെയാണ് അതിനകത്ത് പാർപ്പിച്ചിരുന്നത് എന്ന് വ്യക്തമാണ്. എല്ലാ രാജാവിന്റെയും രാജവംശത്തിൽപ്പെട്ട എല്ലാവരെയും പബ്ലിക്കായിട്ട് പൊതുജനത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് കഴുത്തറുത്ത് അങ്ങനെയാണ് രാജ്യഭരണം ഫ്രാൻസിൽ ഇല്ലാതായത്. അതിനുശേഷം ഇതുവരെ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും യൂറോപ്പിലുള്ള ഒരു വലിയ വിപ്ലവമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ യെല്ലോ വെസ്റ്റ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. വിപ്ലവങ്ങൾ നമ്മൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ജയിലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കാലാപാനി എന്ന് പറയുന്ന സെല്ലുലാർ ജയിൽ, ഇപ്പൊ അത് സെല്ലുലാർ ജയിലാണ്, പക്ഷെ അന്നത്തെ കാലാപാനി എന്ന് പറയുന്ന ആൻഡമാൻസിലുള്ള ജയിലുകൾ ബ്രിട്ടീഷുകാര് അത് ഉണ്ടാക്കിയെടുത്തത് പോലും ഇന്ത്യയിൽ ഒരു ഐലൻഡ് ആണല്ലോ ആൻഡമാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഐലൻഡില് ആൻഡമാൻസ്, നിക്കോബാർ, കുറെ ഐലൻഡുകൾ, 40 ഐലൻഡുകളുണ്ട്. അപ്പൊ അതിൽ വികസിപ്പിച്ച ഒരു ഐലൻഡാണ്. അവിടെയുള്ള ആ ജയിലിലേക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള തടവ് പുള്ളികളെ കാലാപാനി കറുത്ത വെള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കൊണ്ടുപോയി ഇട്ടറയിൽ അടച്ചിടുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പിടിച്ച് അതുപോലെ കൊണ്ടിടുന്ന ഒരു സ്ഥലം കാലാപാനി, അത് അവിടുത്തെ ആൻഡമാൻസിലെ സെല്ലുലർ ജയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇപ്പം അവിടെ ജയിലായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോഴത്തെയുള്ള വലിയ ജയിലുകൾ എന്ന് പറഞ്ഞാൽ തിഹാർ ജയിൽ കൂടാതെ വളരെയധികം വലിയ 10,000-കണക്കിന് ആൾക്കാർ കിടക്കുന്ന ജയിലുണ്ട്. പക്ഷെ കേരളത്തിലെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുവനന്തപുരത്തെ ജയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ജയില്. ഒരു 500 എത്ര പേരുടെ കപ്പാസിറ്റി അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും 1000-1200 പേരൊക്കെയാണ് അവിടെ ഒരു സമയം തിങ്ങി പാർക്കാറുള്ളത്. അപ്പൊ കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ 57 ജയിലുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് എല്ലാത്തിനും കൂടെ ഏകദേശം 10,000-ഓളം ജയിലില് ആൾക്കാർ താമസമുണ്ട്. തടവ് പുള്ളികളുണ്ട്. 10,000 കടന്നിട്ടില്ല. 10,000-ന് താഴെയായിട്ട് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സംഖ്യയാണ് വരുന്നത്. ഇതിനകത്ത് 80% ആൾക്കാരും കുറ്റം ചെയ്തവരല്ല. കുറ്റകൃത്യത്തിന് അക്യൂസ്ഡ് ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വേണ്ടി കിടക്കുന്ന തടവുകാരാണ്. അപ്പൊ വിചാരണ തടവുകാരെന്നാണ് അവര് പറയുന്നത്. കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരുപാട് ജീവപര്യന്തം തടവാണ്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്, 7 വർഷത്തേക്ക് വിധിച്ചിട്ടുണ്ട്, എന്നൊക്കെയുള്ള വലിയ ശിക്ഷകൾ കിട്ടുന്നവരെയാണ് സെൻട്രൽ ജയിലിൽ പൊതുവെ പാർപ്പിക്കുക. അപ്പൊ ഞാൻ DGP ആയിട്ട് ജയിലിൽ പോകുമ്പോൾ അത് ജാനുവരി 2017 അവിടെ പോയി ഞാൻ ചാർജ് എടുക്കുമ്പോൾ 3 സെൻട്രൽ ജയിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 4 ആയി. കാരണം അന്ന് കെട്ടിക്കൊണ്ടിരുന്ന മലപ്പുറത്തെ തവനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ജയില് പിന്നീട് സെൻട്രൽ ജയിൽ സ്ഥാനം നൽകി. തവനൂർ ജയിലില് അവിടെയുള്ള ആ ഏരിയയിലുള്ള 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെ പാർപ്പിക്കും. ആകെ 57 ജയിലുകൾ എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഈ സെൻട്രൽ ജയിലുകൾ കൂടാതെ ജില്ലാ ജയിലുകളുണ്ട്. അത് 13 ജില്ലയിലാണ് ഉള്ളത്. അതിൽ മലപ്പുറത്തില്ല. ബാക്കി എല്ലാ ജില്ലകളിലും ഓരോ ജില്ലാ ജയിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ സബ് ജയിലുകളുണ്ട്. അത് ജില്ലാ ആസ്ഥാനത്തിൽ നിന്ന് കുറച്ച് മാറി ഉള്ള ഒരു സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ജയിലുകൾ നവീകരിച്ചും അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങിയതുമായിട്ടുള്ള ജയിലുകളാണ്. അപ്പൊ അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനടുത്തായിട്ട് കോടതികളുണ്ട്. മജിസ്ട്രേറ്റ് കോടതികള്, വലിയ കോടതികൾ ഉള്ളതുകൊണ്ട് അതിന്റെ ആ കോടതിയിൽ നിന്ന് ശിക്ഷിക്കുന്ന തടവുകാരെ പാർപ്പിക്കാനായിട്ടും ജയിൽ വേണമല്ലോ. അപ്പൊ അതിന് സബ് ജയിലുകളാണ് ഉണ്ട്. അത് കൂടാതെ സ്പെഷ്യൽ ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറഞ്ഞ ജയിലുകളുണ്ട്. അതിന് രണ്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സബ് ജയിലില് 1 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആൾക്കാരെ താമസിപ്പിക്കുന്നു. ഇപ്പൊ ജുവനൈൽ ഹോമുകളെല്ലാം കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികളുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ ജുവനൈൽ ഹോംസ് ആയിട്ട്, കറക്ഷണൽ ഹോംസ് ആയിട്ട് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ ജയിൽ വകുപ്പിന്റെ അടുത്ത് മാറ്റിയത് സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ആ ജയിലുകൾ പ്രവർത്തിക്കുന്നത്, കുട്ടികളെ താമസിപ്പിക്കുന്നത്. അതിപ്പം ബോയ്സ് ഹോം, ഗേൾസ് ഹോം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പക്ഷെ ഒരു ഹോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഒരു ജയിലുണ്ട് എറണാകുളത്ത്. അത് 18-നും 21-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ഹോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ 3 ഓപ്പൺ പ്രിസൺ ഉണ്ട്. തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു തുറന്ന ജയിലുണ്ട്. അപ്പൊ അത് സെൻട്രൽ ജയിലുകളിൽ ഉള്ള ആൾക്കാരെ നല്ല സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് തുറന്നു വിടാൻ പറ്റുന്ന സ്ഥലമാണ് ഓപ്പൺ പ്രിസൺ എന്ന് പറഞ്ഞത്. അവര് കൂട്ടിയിടത്തൊന്നുമില്ല, ജയിലൊന്നുമില്ല. ആ കോമ്പൗണ്ടിന്റെ അകത്ത് ഏക്കർ കണക്കിന് ഏരിയയുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു മതില് പോലെ കെട്ടിയാണ്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇറങ്ങി പോയാലും അവർക്ക് കാട്ടിനകത്ത് പെട്ടുപോകും. വളരെ വിജനമായ ഏരിയയാണ്.
അപ്പൊ അതുകൊണ്ട് നെട്ടുകാൽത്തേരിയിൽ ഒരു ഓപ്പൺ പ്രസൺ ഉണ്ട്. അവിടെ ഏകദേശം എനിക്ക് 300ഓളം ആൾക്കാരുണ്ട്. കാസർഗോഡ് ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ പ്രസൺ ഉണ്ട്. അവിടെയും നോർത്തിലുള്ള ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെയും ഓപ്പൺ ആയിട്ടാണ് ആൾക്കാരെ താമസിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജയില് രാത്രി ഇങ്ങനെ കൂട്ടിയിട്ട് ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. സ്ത്രീകളുടെ ഒരു ഓപ്പൺ ജയില് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിന്റെ അകത്തായിട്ട് അവിടെയും ഒരു ചെറിയൊരു വീടാണ്. പഴയ ജയിൽ സൂപ്രണ്ടിന്റെ ഒരു ബ്രിട്ടീഷുകാരെ കെട്ടിയ ഒരു വലിയ മാളികയാണ്. അപ്പൊ അതിനകത്താണ് ഈ വനിതാ തടവുകാരെ ഓപ്പൺ പ്രസനില് നിർത്തിയിരിക്കുന്നത്. അവിടെ ഒരു 5-6 പേരെയൊക്കെയോ കാണാറുള്ളൂ. വനിതകൾ വളരെ കുറവാണ്. അപ്പൊ ഈ 10,000 പേര് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആകെ 300 പേര്, 300 താഴെയാണ് വനിതകൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനവിടെ പോകുമ്പോൾ ഏകദേശം അത് 200 ആയി. പിന്നെ അത് കഴിഞ്ഞ് വല്ലാതെ കുറഞ്ഞു. കാരണം ഞാൻ പോയി കഴിഞ്ഞ ശേഷം പ്രസന്റ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാനിവിടെ 3 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് ജയിൽ DGP ആയിട്ട്. എന്റെ ഉദ്ദേശങ്ങളിൽ ഒരു മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് ജയിലിനകത്തുള്ള പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ 70%-ലധികം ആൾക്കാരും ജയിലിൽ താമസിക്കുന്നവര് ശിക്ഷാ തടവുകാരല്ല, വിചാരണ തടവുകാരാണ്. അപ്പൊ വിചാരണ തടവുകാരെ 6 മാസം, 7 മാസം, ചിലപ്പോൾ 1 വർഷം, 2 വർഷം വരെയൊക്കെ തടവില് പാർപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് അന്യായമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു കമ്മിറ്റി കൂടി അവരെ നോക്കിയിട്ട് അവരുടെ പെരുമാറ്റ രീതിയൊക്കെ നോക്കിയിട്ട് അവർക്ക് ജാമ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ജില്ലാ ജഡ്ജിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റി കൂടേണ്ടതാണ്. പക്ഷെ അത് വളരെ അപൂർവമായിട്ടേ കൂടാറുള്ളൂ. കാരണം പലപ്പോഴും കളക്ടറും SP ഒക്കെ അതിനകത്ത് മെമ്പറാണ്. അവരെല്ലാവരും തിരക്കാണ്. അപ്പൊ ജില്ലാ ജഡ്ജി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെങ്കിലും വരാറുണ്ട്. പിന്നെ അതുപോലെ ജഡ്ജി പറയാറുണ്ട്, താഴോട്ടുള്ള ജഡ്ജിമാരോട് പറയാറുണ്ട്, നിങ്ങൾ വിചാരണ തടവുകാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം, ബെയിൽ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും പോലീസ് പലപ്പോഴും അത് എതിർക്കുന്നത് കൊണ്ട് അങ്ങനെ ബെയിൽ കിട്ടാറില്ല. ചില സെൻസിറ്റീവ് കേസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കും ആളുകൾ അതിനകത്ത്. ഇപ്പം 7 വർഷമായിട്ടൊക്കെ വരെ വിചാരണ തടവുകാരി കിടക്കുന്നവരുണ്ട്, 8 വർഷമായിട്ട് കിടക്കുന്നുണ്ട്. അവർക്ക് ശിക്ഷ കിട്ടിയാൽ പോലും അത്രയും ശിക്ഷ വരില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ജസ്റ്റിസിന്റെ, നമ്മുടെ നിയമം എന്ന് പറയുന്നതിന്റെ വലിയ പാളിച്ചകളാണ്. ജയിലിനെ കുറിച്ചൊരു പശ്ചാത്തലം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നെ ജയിലിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രി തന്നെ എന്നോട് പറഞ്ഞത് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു ഏകാംഗ കമ്മിറ്റി, ജയിൽ പരിഷ്കരണ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിയോഗിച്ചിരുന്നു. അതും അദ്ദേഹം പുതിയ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അതിന്റെ പണി പൂർത്തിയാകണം, തുടങ്ങണമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കുറച്ച് അലക്സാണ്ടർ ജേക്കബ് സാർ ഒരുപാട് നാല് ജയിൽ DGP ആയിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വിജ്ഞാനി എന്ന് പറഞ്ഞൊരു ഇന്റലക്ച്വൽ ഒരാള് നമ്മുടെ കേരള പോലീസിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള വിവരമുണ്ട്. അപ്പൊ എന്തിനെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം നല്ലതായിട്ട് അതിനെക്കുറിച്ച് വാദവരാതെ സംസാരിക്കും. ജയിലിൽ അദ്ദേഹം ഒരുപാട് നാൾ ഇരുന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ജയിൽ DGP ആയപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എല്ലാ ജയിലുകളും വിസിറ്റ് ചെയ്ത് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് സാറാണ് ആദ്യമായിട്ട് ജയിലില് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം, ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജയിലിലെ ആൾക്കാരെ കൊണ്ട്, ജയിൽ അന്തേവാസികളെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ആളായതുകൊണ്ട്, ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഈ ജയിലിന്റെ റിഫോംസിന്റെ കമ്മിറ്റിയായിട്ട് നിയമിച്ചത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി 7 മാസം കൊണ്ട് 7-8 മാസം കൊണ്ട് ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. പഴയ 2-3 കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. മുല കമ്മിറ്റി ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ളതാണ്. പിന്നെ ഉദയഭാനു കമ്മിറ്റി ജയിൽ റിഫോംസിന്റെ വേറൊരെണ്ണം ഉണ്ട്. അത് കേരളത്തിൽ ജയിലിനെ പറ്റി മാത്രമായിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു 1980-90 മറ്റോ ഇറങ്ങിയതാണ്. അപ്പൊ അതിനകത്തെ റെക്കമെൻഡേഷൻസ്, മുല കമ്മിറ്റി ജയിൽ റിഫോംസ് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് അത് എന്തുമാത്രം നടപ്പാക്കി, ബാക്കി പുതിയ റെക്കമെൻഡേഷൻസ് എന്തൊക്കെ വേണം, അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ടായിരുന്നു ആ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി വളരെ ബൃഹത്തായ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ അവിടെ ജയിൽ DGP ആയിട്ട് എഴുതുന്നുണ്ട്. ആ സമയം കൊണ്ട് അതിന്റെ 70%-80%-ഓളം റെക്കമെൻഡേഷൻസും അത് നടപ്പിലാക്കി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജയിലില് ജോലി ചെയ്യണം, DGP ആയിട്ട് ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് മുഴുവൻ, അത് IPC അതിനകത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരണമുണ്ട്. മറ്റു പല നിയമങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ബേസിക് നിയമം എന്ന് പറഞ്ഞാൽ IPC ആണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുറ്റകൃത്യമായിട്ടാണ് പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് ഒരൊറ്റ ശിക്ഷയാണ് കൊലപാതകത്തിന്. പക്ഷെ അത് കൊലപാതകം എന്ന് പറയുന്നത് പല 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 കാരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ ശിക്ഷ എന്ന് പറയുന്നത് ഒറ്റ ശിക്ഷയാണ് അതിനകത്ത് പറയുന്നതെങ്കിലും ജഡ്ജിമാരുടെ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവര് നിഗമനത്തിലെത്തി അവരുടെ ശിക്ഷ എന്ന് പറയുന്നത്
കൂടുതലും ആക്കും കുറവും ആക്കും. അപ്പൊ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ജഡ്ജിമാരുടെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നനുസരിച്ചായിരിക്കും കുറ്റവും ശിക്ഷയും ഒക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. പക്ഷെ ഒരൊറ്റ രീതിയിൽ ഒരു ഒറ്റ കുറ്റകൃത്യമായിട്ട് പറയുന്നു, മർഡർ എന്ന് പറഞ്ഞാൽ 302 ഇത്രയാണ്, അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 7 years imprisonment, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സബ്സെക്ഷൻസ് വന്നു. റേപ്പ് എന്ന് പറയുന്നത്, തട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഓരോ ശിക്ഷ എന്ന് പറയുന്നതും ഓരോ കുറ്റം എന്ന് പറയുന്നതും വളരെ ക്ലിയർ ആയിട്ട് വ്യാഖ്യാനം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. പോലീസുകാരും ഓഫീസേഴ്സും എല്ലാം ചെയ്യും. ഒരു കുറ്റകൃത്യത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ കുറ്റകൃത്യ കേസുകൾ, കൊലപാതക കേസുകളും അതുപോലെ മറ്റ് കേസുകളും മോഷണ കേസുകളൊക്കെ അന്വേഷിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അപര്യാപ്തമാണെന്നാണ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു കുറ്റവാളിയുടെ മനസ്സ് അറിയുന്നില്ല. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു അപാകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, കുറ്റവാളി എന്തുകൊണ്ട് ആ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിശകലനം ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇപ്പോ പല വിദേശ രാജ്യങ്ങളിലും അങ്ങനെ ഒരു പഠനം നടക്കുന്നുണ്ട്. ഇത് കുറ്റകൃത്യം ചെയ്യുന്ന ആളെ കമ്പൽസറി ആയിട്ട് ഒരു ഡോക്ടർ വന്ന്, മാനസിക ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ വന്ന് ചർച്ച ചെയ്ത് ചോദ്യം ചെയ്ത് തീരുമാനിക്കും ഇത് പൂർണ്ണ മനസ്സോടുകൂടി പ്ലാൻ ചെയ്തതാണോ, അതോ അയാൾക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു മാനസിക വിഭ്രാന്തി കൊണ്ടാണോ, അതോ അയാൾക്ക് ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു സീരിയൽ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറോ അല്ലെങ്കിൽ സീരിയൽ റേപ്പിസ്റ്റോ അതുപോലെയുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണോ, അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഡോക്ടർമാര് സർട്ടിഫൈ ചെയ്തതിന്റെ പുറത്ത് മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റിഗേഷനകത്ത് പോലീസുകാർ തന്നെ എഴുതും, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ എഴുതും ഈ കുറ്റം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ കുറ്റകൃത്യത്തിന്റെ തോതെന്ന് പറയുന്നത് ജഡ്ജിക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുന്നതാണോ, അതോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കുന്നതാണോ, എത്ര പേർക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നു, അപ്പൊ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വിശകലനം ചെയ്യുന്ന ഒരവസ്ഥ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അതിപ്പോഴും ഇല്ല. അപ്പൊ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രതിയെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പണ്ടും താൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കും. കാരണം നമ്മുടെ കുറ്റകൃത്യത്തിന് ഉള്ള 2 ഘടകങ്ങളിൽ മുഖ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയും, 2 ഘടകങ്ങളാണ് ഉള്ളത്. അത് രണ്ടും ലാറ്റിൻ വാക്കുകളാണ്. മെൻസ് റിയ, ആക്ടസ് റിയസ് എന്ന് പറയും. മെൻസ് റിയ എന്ന് പറഞ്ഞാല് മനസ്സിൽ എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത്, അയാളുടെ ഉദ്ദേശം, മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത്. ആക്ടസ് റിയസ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യം, ആക്ട് ഓഫ് ഡൂയിങ് എ ക്രൈം, അതാണ് ആക്ടസ് റിയസ്. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ദ മൈൻഡ് വിച്ച് ലെഡ് ദ ക്രിമിനൽ. അപ്പൊ അങ്ങനെ അത് രണ്ടും ഒത്തു വന്നാൽ മാത്രമേ കുറ്റകൃത്യം നമുക്ക് ക്ലിയർ ആയിട്ട് കോടതിയിൽ തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് മോട്ടീവ് നമ്മൾ കാര്യമായിട്ട് നോക്കിയേ മതിയാവും. ഓരോ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോഴും ഞാനിരുന്ന് ചോദ്യം ചെയ്ത് എന്താണ് മോട്ടീവ് എന്ന് ചോദിച്ച് മനസ്സിലാക്കും. പക്ഷെ പലപ്പോഴും FIR എടുക്കുമ്പോഴും പ്രതിയെ പിടിക്കുമ്പോഴും അയാളുടെ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തുമ്പോഴും മറ്റുള്ള എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്ത് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ഒക്കെ പോലീസ് പറയുന്നത് വൈരാഗ്യം നിമിത്തം അല്ലെങ്കിൽ അതുപോലെ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ഇപ്പൊ റേപ്പൊക്കെ തന്നെയാണെങ്കിലും ഒരു ലൈംഗിക സംതൃപ്തി നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കൊല്ലുന്ന ഇതാണെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ, അങ്ങനെ ഒരു അയാളോടുള്ള വൈരാഗ്യ നിമിത്തം കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ ജനറൽ ആയിട്ടാണ് എഴുതി പോകുന്നത്, വളരെ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ജയിലില് പോയി കഴിഞ്ഞാൽ ഈ കുറ്റവാളികളുടെ മനഃശാസ്ത്രം കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. പോലീസിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിലുകളിൽ വെച്ച റിഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കഥയുമായിരിക്കും. ഇറ്റലിയിലുള്ള ഒരു വലിയ ചിത്രകാരൻ, വളരെ പ്രശസ്തനായിട്ടുള്ള ചിത്രം എഴുതുന്ന ആൾക്കാര് അവരെ പള്ളികളിലും ഒക്കെ പടം വരയ്ക്കാനായിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു മുഖമുള്ള ഒരു കുട്ടിയെ വേണം. അപ്പൊ അങ്ങനെ നോക്കി നടന്ന നല്ല ഒരു കുട്ടിയുടെ ഒരു പയ്യനെ കിട്ടി, ഒരു മോനെ കിട്ടി. അയാളുടെ മുഖം വെച്ചിട്ട് ജീസസ് ക്രൈസ്റ്റിനെ വരച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജൂഡാസിന്റെ ചിത്രം വരയ്ക്കണം എന്ന ഒരു പള്ളിയിൽ നിന്ന് പറഞ്ഞപ്പോ, ജൂഡാസ് എന്ന് പറയുന്നത് ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരു ദുഷ്ടമുഖമുള്ള ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ അലഞ്ഞ് നടന്ന് ആരെയും കിട്ടാതെ അവസാനം
റോമൻ രാജ്യത്തിന്റെ ജയിലറകളിൽ വെച്ചിട്ട് ഇങ്ങനെ തടവി കിടക്കുന്ന ഒരാളുടെ മുഖം കണ്ടപ്പോൾ അയാൾക്ക് ജൂഡാസിന്റെ മുഖം. ചിത്രകാരന് തോന്നി ഇയാൾ നല്ലതായിരിക്കും, അയാളെ പിടിച്ചോണ്ട് വന്ന് അയാളെ ഇരുത്തിക്കൊണ്ട് അയാളുടെ പടം വരയ്ക്കുകയാണ്. അപ്പൊ അയാൾ ചോദിക്കുന്നത്, അങ്ങനെ പണ്ട് ഒരുപാട് നാൾക്ക് മുമ്പ് എന്നെ ഇതുപോലെ ചിത്രം വരയ്ക്കാനായിട്ട് കൊണ്ടിരുത്തിയിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, എനിക്ക് ഓർമ്മയില്ല, ആരുടെ ചിത്രം വരയ്ക്കാനായിരുന്നു, യേശുക്രിസ്തുവിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് കുട്ടിയായിട്ട് വന്ന ഞാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയ ആ ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള കാരണം, അതായത് കുട്ടിക്കാലത്ത് ഓമനത്തമുള്ള നിഷ്കളങ്കമായ ഉണ്ണി യേശുവിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി കുറെ നാള് കഴിഞ്ഞപ്പോൾ തടവറയിൽ കിടക്കുന്ന ഏറ്റവും ക്രിമിനലായിട്ടുള്ള ഒരാളുടെ മുഖമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അയാളുടെ കുഴപ്പമാണോ, അതോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ കുഴപ്പമാണോ, അതോ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങള് മറ്റുള്ളവര് അടിച്ചേൽപ്പിക്കുന്നതിന്റെ എന്തെങ്കിലും പ്രശ്നമാണ്, യാതനകളും പീഡനങ്ങളും ഒക്കെ അയാൾ കേൾക്കേണ്ടി വന്നത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു കഥയായിരുന്നു ആ കഥ. അപ്പൊ ജയിലില് കിടക്കുന്ന ആൾക്കാരും ഒരിക്കലും ജനിച്ചു വീഴുമ്പോ കുറ്റവാളികളായിട്ടോ അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടോ അല്ലല്ലോ ജനിക്കുന്നത്. വേറൊരു കഥയും ഞാൻ പണ്ട് വായിച്ചത് ഓർമ്മയുണ്ട്. അതായത് ഒരു കുട്ടി, ചെറിയ കുട്ടിയാണ്, എന്നും രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് എല്ലാവർക്കും നന്മ വരുത്തണേ, എനിക്ക് ഇന്ന സാധനങ്ങൾ കിട്ടണേ, സമാധാനം കിട്ടണേ, എനിക്ക് അച്ഛൻ പിറന്നാളിന് സൈക്കിള് വാങ്ങിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് സന്തോഷമായിരിക്കണേ, ചേച്ചി നല്ല മാർക്ക് കിട്ടണേ, എനിക്ക് സ്കൂളിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ദുഷ്ടന്മാരും ജയിലിലാവണേ എന്ന്. അപ്പൊ ജയിലെന്നുള്ള ഒരു സങ്കല്പം, അപ്പൊ ഈ കൊച്ചുകുട്ടിയാണ്, ഒരു 7-8 വയസ്സുള്ള കുട്ടി രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് ദുഷ്ടന്മാരെല്ലാം ജയിലിലാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥയിലുള്ളത് കൊണ്ട് കുട്ടിക്കാലം മുതൽ ഈ ജയിൽ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയാം. ദുഷ്ടന്മാര് പോകുന്ന സ്ഥലമാണ്, അവരെ പിടിച്ചിടേണ്ട സ്ഥലമാണ്. സമൂഹത്തില് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറ്റവാളികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവരെയൊക്കെ പിടിച്ച് അടച്ചിടേണ്ട സ്ഥലമാണ് ജയിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു വല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ കിടക്കുമ്പോഴും അതിനകത്ത് പെട്ടുപോകുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അതിനകത്ത് എന്തുമാത്രം ദുരിതങ്ങളും ദുരിതം. അപ്പൊ ഇപ്പൊ ഒരുപാട് മാറി, ഇപ്പൊ കറക്ഷണൽ ഹോം എന്നൊക്കെയാണ് പറയുന്നത്. ജയിൽ എന്നുള്ള വാക്കേ നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്ത് കിടന്ന് അതിനകത്തൊരു നല്ലൊരു വ്യക്തി എങ്ങനെയെങ്കിലും പെട്ടുപോയാൽ തന്നെ അത് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ട് പുറത്തിറങ്ങുന്ന ഒരു രീതി വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു ട്രോമ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ജയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പോലീസ് എന്ന് പറയുന്നത് അന്വേഷിക്കുമ്പോൾ, കേസ് അന്വേഷിക്കുമ്പോൾ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് മാത്രമേ അവർക്ക് തടവ് ശിക്ഷ എന്ന് പറയുന്ന കാര്യം ഇതാണ്. വിചാരണ തടവുകാരാണെങ്കിൽ പോലും അടച്ചിട്ട് ഇങ്ങനെ 14 ദിവസം കഴിയുമ്പോൾ കോടതിയിൽ കൊണ്ടുപോയി വീണ്ടും നീട്ടിക്കൊണ്ട് പ്രതീക്ഷയൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും. ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളോട്. അതായത് ജയിലില് നടക്കുന്ന സംഭവങ്ങൾ, എന്തുകൊണ്ട് ഏതൊക്കെ കാരണങ്ങളായിട്ട് ജയിലിൽ വന്നവരാണ്, അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, അങ്ങനെയുള്ള ജയിലിന്റെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവ കഥകൾ എനിക്ക് പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി സസ്നേഹം, ശ്രീ.